Once again, welcome back to KCS Classes. KCS Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 2025 ഈ ഒരു പോസ്റ്റിന്റെ എക്സാം നടക്കുന്നത് ഈ മാസം 25-ാം തീയതിയാണ്. സോ നമ്മുടെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. സോ ഡെയിലി MCQസിൽ കമ്പനി ലോണ് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നെക്സ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്രാഷ് ബാച്ച് ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ അറ്റ് പ്രസൻറ്റ് അവൈലബിൾ ആണ്. അതുമാത്രമല്ല ഒരുപാട് പേര് MCQs വിത്ത് മോക്ക് ടെസ്റ്റ് അതുമാത്രമായിട്ട് അവൈലബിൾ ആണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതും അവൈലബിൾ ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് ഈ ഒരു പോസ്റ്റ് ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ദെൻ നമ്മൾ ഇത് കഴിഞ്ഞ് വരാൻ പോകുന്ന നെക്സ്റ്റ് പോസ്റ്റ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസറാണ്. MCOM ആണ് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ വരുന്നത്. സോ അതിൻ്റെ ബാച്ചും ആരംഭിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ കമ്പനി ലോനെ റിലേറ്റ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ചോദ്യമാണ് ക്വസ്റ്റ്യൻ നമ്പർ 16 റിഗാർഡിംഗ് റെസിഗ്നേഷൻ ഓഫ് ഡിറക്ടേഴ്സ്. 3 സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്പർ 1, എ ഡിറക്ടർ ക്യാൻ റിസൈൻ ബൈ ഗിവിംഗ് നോട്ടീസ് ഇൻ റൈറ്റിംഗ് ടു ദ കമ്പനി. Then number 2, the resignation is effective from the date the company receives it or the date specified in the notice, whichever is later. Number 3, the resigning director must also inform the registrar within 30 days. ഇതാണ് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ 1 only 1 and 2 are correct. Then 2 and 3, 1 and 3 all are correct. നമുക്ക് നോക്കാം ഓരോ സ്റ്റേറ്റ്മെൻറ്റിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, ശരിയാണോ എന്നുള്ളത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്, എ ഡിറക്ടർ ക്യാൻ റിസൈൻ ബൈ ഗിവിംഗ് നോട്ടീസ് ഇൻ റൈറ്റിംഗ് ടു ദ കമ്പനി. ഡിറക്ടർക്ക് റിസൈൻ ചെയ്യാം നോട്ടീസ് കൊടുത്തിട്ട്. കറക്റ്റാണ് ഫസ്റ്റ് വൺ അല്ലേ. നമ്പർ 2, ദ റെസിഗ്നേഷൻ ഈസ് ഇഫക്റ്റീവ്. എപ്പോഴാണ് ഇഫക്റ്റീവ് ആവുക? ഫ്രം ദ ഡേറ്റ് ദ കമ്പനി റിസീവ്സ് ഇറ്റ്, റിസീവ് ചെയ്യണതോ ഓർ ദ ഡേറ്റ് സ്പെസിഫൈഡ് ഇൻ ദ നോട്ടീസ് വിച്ച് എവർ ഈസ് ലേറ്റർ. സോ അതും കറക്റ്റാണ്. ദ റെസിഗ്നേഷൻ ഈസ് ഇഫക്റ്റീവ് ആവുന്നതിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് റൂളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇഫക്റ്റീവ് ഫ്രം ദ ഡേറ്റ് ദ കമ്പനി റിസീവ്സ് ഇറ്റ്, കമ്പനി റിസീവ് ചെയ്യുന്നതോ അതല്ലെങ്കിൽ ദ ഡേറ്റ് സ്പെസിഫൈഡ് ഇൻ ദ നോട്ടീസ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ദെൻ നമ്പർ 3, ദ റിസൈനിങ് ഡയറക്ടർ മസ്റ്റ് ഓൾസോ ഇൻഫോം ദ രജിസ്ട്രാർ വിതിൻ 30 days. 30 ദിവസത്തിനുള്ളിൽ ഇത് രജിസ്ട്രാർക്കും നമ്മൾ അറിയിച്ചിരിക്കണം. അതും കറക്റ്റാണ്. സോ 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. സോ ഓപ്ഷൻ 4 ആണ് വരിക. ഓൾ ആർ കറക്റ്റ്. വളരെ ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 17 റിഗാർഡിംഗ് ഡിറക്ടർ റെമ്യൂണറേഷൻ. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. പബ്ലിക് കമ്പനി സ്റ്റേറ്റ്മെൻറ്റ് 1, ടോട്ടൽ മാനേജറൽ റെമ്യൂണറേഷൻ കനോട്ട് എക്സീഡ് 11% ഓഫ് നെറ്റ് പ്രോഫിറ്റ്സ് വിതൗട്ട് അപ്രൂവൽ. Number 2, independent directors are entitled to stock options. Number 3, directors can receive sitting fees for attending meetings. 4 options, only 1 and 3, 1 and 2, 2 and 3 all are correct. നോക്കാം നമുക്ക്. അപ്പോൾ ഡിറക്ടേഴ്സിൻ്റെ റിമ്യൂണറേഷനെ പറ്റിയുള്ളൊരു ചോദ്യമാണ്. നമ്പർ 1, ടോട്ടൽ മാനേജറൽ റെമ്യൂണറേഷൻ കനോട്ട് എക്സീഡ് 11% ഓഫ് നെറ്റ് പ്രോഫിറ്റ്സ് വിതൗട്ട് അപ്രൂവൽ. കറക്റ്റാണ്, അതാണ് റൂള്. 11%-നേക്കാൾ കൂടാൻ പാടില്ല ടോട്ടൽ മാനേജറൽ റെമ്യൂണറേഷൻ. കറക്റ്റ്, വിതൗട്ട് അപ്രൂവൽ. നമ്പർ 2, ഇൻഡിപെൻഡൻറ്റ് ഡിറക്ടേഴ്സ് ആയിട്ടുള്ളവർക്ക് ആർ എൻറ്റൈറ്റിൽഡ് ടു സ്റ്റോക്ക് ഓപ്ഷൻ. അത് തെറ്റാണ്. ഇൻഡിപെൻഡൻറ്റ് ഡിറക്ടേഴ്സ് ൻ്റെ പ്രത്യേകത നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അവർക്ക് സ്ഥാപനവുമായിട്ട് ഒരു ബന്ധവും അല്ലേ പാടില്ല. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു സ്റ്റോക്ക് ഓപ്ഷൻ എന്നാണ്. അത് ഉണ്ടാവില്ല. കമ്പനിയുമായിട്ട് ഒരു സെക്യൂരിറ്റീസിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റോ കമ്പനിയിൽ നിന്ന് ഇതിനേക്കാൾ മുമ്പ് എന്തെങ്കിലും ബെനഫിറ്റുകളോ ഒന്നും റിസീവ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ഓക്കെ,
ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറുടെ മീനിങ് നമ്മൾ ഓൾറെഡി അല്ലേ ഡിസ്കസ് ചെയ്തിട്ടുള്ള അതിനേക്കാൾ മുമ്പുള്ള വീഡിയോസിൽ തന്നെ എങ്ങനെയുള്ള വ്യക്തിയായിരിക്കണം എന്നുള്ളത്. നമ്പർ 3, directors can receive sitting fees for attending meeting. കറക്റ്റാണ്, അവർക്ക് സിറ്റിംഗ് ഫീ ഉണ്ടായിരിക്കും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം തന്നെ. അപ്പോൾ 1ഉം 3 ആണ് ഇതിൽ കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ 1 ആണ് ആൻസർ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 18, മീറ്റിംഗ് മിനിറ്റ്സ് ആൻഡ് റെസൊല്യൂഷനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം. റിഗാർഡിംഗ് മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ്. നമ്പർ 1, minutes must be recorded within 30 days of conclusion of the meeting. Number 2, every page of the minute book must be initialed or signed by the chairman. Number 3, minutes of board meetings are open for inspection by any shareholder. 1 and 2, 1 and 3, 2 and 3 all are correct. എന്താണ് നോക്കാം നമുക്ക് ആൻസർ. ആദ്യത്തെ minutes must be recorded within 30 days of the conclusion of the meeting. കറക്റ്റാണ് അല്ലേ? മിനിറ്റ്സ് നിർബന്ധമായിട്ടും റെക്കോർഡ് ചെയ്തിരിക്കണം വിത്തിൻ 30 days ഓഫ് ദ കൺക്ലൂഷൻ ഓഫ് മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ 30 ദിവസമാണ് അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. കറക്റ്റാണ്. നമ്പർ 1. നമ്പർ 2, എവ്രി പേജ് ഓഫ് മിനിറ്റ്സ് ബുക്ക് മസ്റ്റ് ബി ഇനീഷ്യൽഡ് ഓർ സൈൻ ബൈ ദ ചെയർമാൻ. അതും കറക്റ്റാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ അത്. അതുകൊണ്ട് തന്നെ സൈൻ ചെയ്തിരിക്കണം ചെയർമാൻ. നമ്പർ 3, മിനിറ്റ്സ് ഓഫ് ബോർഡ് മീറ്റിംഗ്സ് ആർ ഓപ്പൺ ഫോർ ഇൻസ്പെക്ഷൻ ബൈ എനി ഷെയർ ഹോൾഡർ. അത് തെറ്റാണ്. ബോർഡ് മീറ്റിംഗിൻ്റെ മിനിറ്റ്സ് ബുക്ക് എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. അതൊന്നും എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല, ഇൻസ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. ഇത് ജനറൽ മീറ്റിങ്ങിൻ്റെ ഒക്കെ ആണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് നോക്കാൻ പറ്റും, അതല്ലാണ്ട് ബോർഡ് മീറ്റിംഗ് പോസിബിൾ അല്ല. അപ്പോൾ ഇത് തെറ്റാണ്. 1ഉം 2 ആണ് കറക്റ്റായിട്ട് വരിക. ഓപ്ഷൻ 1 ആണ് ആൻസർ. ഓക്കെ, വളരെ ഈസി ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ, റിഗാർഡിംഗ് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ. റെസൊല്യൂഷൻ പാസ്സാക്കുന്നതിനെ പറ്റിയുള്ള ഒരു ചോദ്യമാണ്. നമ്പർ 1, എ റെസൊല്യൂഷൻ ക്യാൻ ബി പാസ്ഡ് വിതൗട്ട് എ മീറ്റിംഗ് ബൈ സർക്കുലേറ്റിംഗ് ഇറ്റ് ടു ഓൾ ഡയറക്ടേഴ്സ്. നമ്പർ 2, ഇറ്റ് ഈസ് കൺസിഡേർഡ് passed if approved by a majority of directors. Number 3, if 1/3 of directors require a physical meeting, the resolution must be decided at a meeting. 1 and 2, 2 and 3, 1 and 3 all are correct. നോക്കാം നമുക്ക് റിഗാർഡിംഗ് റെസൊല്യൂഷൻ അതിനെ പറ്റിയിട്ടാണ്. നമ്പർ 1 പറഞ്ഞിരിക്കുന്നത് എ റെസൊല്യൂഷൻ ക്യാൻ ബി പാസ്ഡ് വിതൗട്ട് എ മീറ്റിംഗ് ബൈ സർക്കുലേറ്റിംഗ് ഇറ്റ് ടു ഓൾ ഡയറക്ടേഴ്സ്. റെസൊല്യൂഷൻ നമുക്ക് പാസ്സാക്കാൻ സാധിക്കും എങ്ങനെ? ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഡയറക്ടേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട്. അതാണ് ആദ്യം പറയുന്നത്. കറക്റ്റാണ്. ഫാസ്റ്റർ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് റെസൊല്യൂഷൻ പാസ്സാക്കാൻ വേണ്ടിയിട്ട്. എന്താണോ എമർജൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എമർജൻസി ഉള്ള കാര്യം അത് നമ്മൾ ഡയറക്ടേഴ്സിനെ സർക്കുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്പർ 2, ഇറ്റ് ഈസ് കൺസിഡേർഡ് പാസ്ഡ് ഇഫ് അപ്രൂവ്ഡ് ബൈ എ മെജോറിറ്റി ഓഫ് ഡയറക്ടേഴ്സ്. അതെപ്പോഴാണ് കൺസിഡർ ചെയ്യുക അല്ലെങ്കിൽ അത് പാസ്സാവുക റെസൊല്യൂഷൻ? മെജോറിറ്റി ഡയറക്ടേഴ്സ് അപ്രൂവ് ആവണം. അതും കറക്റ്റാണ്. നമ്പർ 3, ഇഫ് 1/3 ഓഫ് ഡയറക്ടേഴ്സ് റിക്വയർ എ ഫിസിക്കൽ മീറ്റിംഗ്. ഒരു ഫിസിക്കൽ മീറ്റിങ്ങിൻ്റെ 1/3 ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ ദ റെസൊല്യൂഷൻ മസ്റ്റ് ബി ഡിസൈഡഡ് അറ്റ് എ മീറ്റിംഗ്. ഇപ്പോൾ 1/3 ആൾക്കാരുണ്ടെങ്കിൽ അവിടെ നിർബന്ധമായും ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പം 3ഉം കറക്റ്റാണ്. ഓപ്ഷൻ 4 ആണ് വരിക. ഓൾ ആർ കറക്റ്റ്. നമുക്കൊരു ചോദ്യം കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 20, റിഗാർഡിംഗ് നോമിനി ഡയറക്ടർ. നോമിനി ഡയറക്ടറിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിനെ പറ്റിയുള്ളൊരു ചോദ്യം. നമ്പർ 1, they are appointed by institutions like bank to represent their interest. Number 2, they are generally considered independent directors. Number 3, their appointment is governed by an agreement of law. 1 and 3 are correct. Then 1 and 2, 2 and 3 all are correct. നമുക്ക് നോക്കാം നോമിനി ഡയറക്ടർ. ഹു ഈസ് എ നോമിനി ഡയറക്ടർ? എപ്പോഴും ബാങ്കുകൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ താല്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, സ്ഥാപനങ്ങളെ കമ്പനികളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവർക്ക് ചിലപ്പോൾ ലോണൊക്കെ കൊടുത്തിട്ടുണ്ടാവില്ലോ. അപ്പോൾ പ്രോപ്പറായിട്ട് തന്നെയാണോ കമ്പനി പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ബാങ്ക് ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ് നോമിനി ഡയറക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ദേ ആർ അപ്പോയിൻറ്റഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ബാങ്ക് ടു റെപ്രസെൻറ്റ് ദെയർ ഇൻട്രസ്റ്റ്. അല്ലെങ്കിൽ
ഈ സ്ഥാപനത്തിൻ്റെ പോക്ക് ശരിയല്ലെങ്കിൽ എങ്ങനെ അത് എന്ത് ചെയ്യണം, പരിഹരിക്കണം എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നോമിനി ഡയറക്ടറെ ഈ ബാങ്ക് ആവട്ടെ അല്ലെങ്കിൽ അതുപോലെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, കറക്റ്റാണ്. നമ്പർ 2, ദേ ആർ ജനറലി കൺസിഡേർഡ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. അത് തെറ്റല്ലേ? അതിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറെ കൺസിഡർ ചെയ്യില്ല. ഹൂ ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് നമ്മൾ പറഞ്ഞു. സ്ഥാപനവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വ്യക്തിയാണ് അല്ലേ ആയിരിക്കണം. ലാസ്റ്റ് 2 വർഷങ്ങളായിട്ടൊരു റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടാവാത്ത വ്യക്തിനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് വെക്കുക. സോ ഈ നോമിനി ഡയറക്ടർ കേസിൽ അതില്ല, വെക്കില്ല. കാരണം നമ്മൾ പറഞ്ഞു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറുടെ സ്വഭാവം എന്തായിരിക്കണം എന്ന്. സോ രണ്ടാമത്തെ തെറ്റാണ്. മൂന്നാമത്, their appointment is governed by an agreement or law. കറക്റ്റാണ്, അവിടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും നോമിനി ഡയറക്ടറെ വയ്ക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ 1ഉം 3 കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ 1 ആണ് ആൻസർ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു 5 ചോദ്യങ്ങൾ കമ്പനി ലോനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് MCQ ഡിസ്കഷനുമായിട്ട് നാളെ കാണാം. എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി കറക്റ്റ് ഒരു 20 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ള. പരമാവധി എല്ലാ ദിവസങ്ങളും പഠനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കുക, പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ MCQ പ്രാക്ടീസ് ആൻഡ് മോക്ക് ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ക്രാഷ് ബാച്ച് വേണമെങ്കിൽ അതും അവൈലബിൾ ആണ് കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.